ദുഃഖത്തിന്റെ പ്രതിവിധി ഒന്ന് പറഞ്ഞു തരണം. ദുഃഖം. അതെ, എനിക്ക് ആ ചോദ്യം കേട്ടപ്പോഴേ സങ്കടമാണ് വന്നത്. പ്രതിവിധി ഇല്ലാത്തൊരു കാര്യമാണ് അത്. ജീവിച്ചിരിക്കുക എന്നതിന് നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആണത്. അത് കൊടുത്തേ പറ്റൂ. ജീവിച്ചിരിക്കുക എന്നതിന് നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആണത്. ദുഃഖങ്ങളോടൊപ്പം ഒഴുകാനേ പറ്റൂ. ദുഃഖങ്ങളെ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് ഒഴുകലല്ല, ദുഃഖങ്ങളോടൊപ്പം ഒഴുകാനേ പറ്റൂ. അത് ദുഃഖത്തിൽ നിന്ന് മോചനം നേടുന്നതിനെ കുറിച്ച് ആലോചിക്കേ വേണ്ട. അതിന്റെ കൂടെ ടെൻസ് എന്നാണ് പറയാ, കാലം എന്നുള്ളത്. ടെൻഷൻ എന്നാണ് സങ്കടത്തിന് പറയാ. ഒപ്പുള്ളതാ. ഒരു ഈ കമ്പികളുള്ള ഇതിന്റെ പേരെന്താ? വീണ എന്നല്ലേ ഒരു വീണ. ഒരു വീണ ഏറ്റവും ഭംഗിയായിട്ട് അതിൽ നിന്നുള്ള ശ്രുതി വരെ എപ്പോഴാ? അതിൽ നിന്നുള്ള മ്യൂസിക് കേൾക്കുക എപ്പോഴാ? അതിങ്ങനെ അയഞ്ഞു നിൽക്കുമ്പോഴാണോ? ആണോ? അതിങ്ങനെ ടെമ്പറായിട്ട് നിൽക്കുമ്പോഴാ. ഇതിന്റെ പേരാണ് ടെൻഷൻ. സങ്കടമുള്ള മനുഷ്യരെ ലോകത്ത് എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ സന്തോഷം മാത്രമുള്ള ആളുകൾക്ക് ഈ ലോകത്തൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ദുഃഖങ്ങളോടൊപ്പം ഒഴുകിയ മനുഷ്യരാണ് ഈ ജീവിതത്തിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. എന്താണ് ജീവിതത്തിന്റെ അർത്ഥം? ഇതിനെന്തെങ്കിലും ഒരു അർത്ഥം കൊടുക്കുക എന്നുള്ളതിനാണ് എന്റെ അർത്ഥം. സങ്കടങ്ങൾ ഒരു സൈഡിക്കാക്കിയിട്ട് പോകുന്നും വേണ്ട, അതിന്റെ കൂടെ ഒഴുകിക്കോളും. ഈ ബഷീർ കെ നോക്കൂ നിങ്ങള്, എല്ലാരും ഇരിക്കും പോലെയാണ് ഇരിക്കുന്നത്, വീൽ ചെയറിലായിരിക്കുന്നത്. ഗൾഫിൽ വെച്ച് ഉണ്ടായിട്ടുള്ള ഒരു വലിയ അപകടമായിരുന്നു. പക്ഷെ ആ മുഖത്തെ ചിരി നോക്കൂ. ദുഃഖങ്ങളെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടല്ല അങ്ങോട്ട് വന്നത്, അതിന്റെ കൂടെ 4 വീല് വെച്ചിട്ട് അതിന്റെ കൂടെ ഒഴുകുകയാണ് ആ മനുഷ്യൻ. ഇതിന്റെ കൂടെ ഒഴുകാനേ പറ്റൂ. വീലില്ലെങ്കിൽ വീല് വെച്ചു കൊടുക്കുക, അതിന്റെ കൂടെ ഒഴുകുക. വാട്ടർ ബെഡിലാണ് കിടക്കേണ്ടതെങ്കിൽ അതിൽ കിടക്കുക, എന്നിട്ട് പുഞ്ചിരിയോടുകൂടി കിടന്നുറങ്ങാൻ പറ്റും. ഇവിടെ അടുത്തിന്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു 10-15 കൊല്ലായിട്ടെങ്കിലും അവനിങ്ങനെ ഒരേ കിടപ്പാണ്, ഒരേ കാഴ്ച ഇങ്ങനെ കാണുന്ന അവസ്ഥയാണ്, ഒരേ റൂമില്. യൂത്ത് ഫെസ്റ്റിവലിൽ അവൻ 10ാം ക്ലാസ്സിലായിരിക്കുന്ന സമയത്ത് യൂത്ത് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി വെക്കുന്നതിനിടയിൽ നടന്ന ഒരു ആക്സിഡന്റിൽ നട്ടെല്ല് പൊട്ടിയിട്ട് കിടക്കുന്ന മനുഷ്യൻ. ഒരു 100 പ്രസംഗമെങ്കിലും കേൾക്കുന്നതിനേക്കാളും മെച്ചുണ്ടാവും അവന്റെ കൂടെ ഒരു 5 മിനിറ്റ് പോയി ഇരുന്നാൽ. റയീസ് എന്നാണ് എന്റെ പേര്, നിനക്ക് അറിയുന്ന ആൾ തന്നെ ഇരിക്കും. അതുകൊണ്ട് ഉപ്പ, എനിക്ക് നിങ്ങളോടും എന്നോടും നമ്മളോടൊക്കെ പറയാനുള്ളത് അതാണ്. ദുഃഖങ്ങളോടൊപ്പം ഒഴുകണം, ദുഃഖങ്ങളോടൊപ്പം ഒഴുകണം. നമുക്ക് ദുഃഖങ്ങൾ ഇല്ലാതാക്കാൻ പറ്റൂല, നമ്മുടെ മനസ്സ് വലുതാക്കാനേ പറ്റൂ, അല്ലേ? ശ്രീബുദ്ധയുടെ അടുത്ത് ഒരു കുട്ടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഭയങ്കര സങ്കടങ്ങളാണ്, ഞാൻ എന്ത് ചെയ്യണം? അദ്ദേഹം ആ കുട്ടിയുടെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു, എന്നിട്ട് ഒരു ചെറിയ പൊതി കൊടുത്തു. ആ പൊതി അഴിച്ചു നോക്കുമ്പോ അതിൽ നിറച്ച് ഉപ്പാണ്. ആ ഉപ്പ് അതിൽ കലക്കാൻ പറഞ്ഞു. അയാൾ കലക്കി അത് കുടിക്കാൻ പറഞ്ഞു. കുടിക്കാൻ പറ്റുന്നില്ല, കയ്പാണ്. അപ്പൊ ബുദ്ധ അയാളെയും കൊണ്ട് കുറച്ചപ്പുറത്ത് ഒരു അരുവിയുണ്ട്, ആ അരുവിയുടെ അടുത്തേക്ക് പോയിട്ട് അതേ അളവ് ഉപ്പ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ആ അരുവിയിൽ കലക്കാൻ. അരുവിയിൽ കലക്കി കുടിക്കാൻ പറഞ്ഞു. അയാൾ കൂളായിട്ട് കുടിച്ച്. കാരണം അരുവിയിൽ കുറച്ച് വെള്ളമല്ല, ഒരുപാട് വെള്ളമുണ്ട്, ഗ്ലാസ്സിൽ ഇത്തിരി വെള്ളമേ ഉള്ളൂ. അപ്പൊ ബുദ്ധ പറഞ്ഞു കൊടുത്തു, നേരത്തെ തന്ന അതേ അളവ് ഉപ്പാണ് ഇപ്പോഴും തന്നിട്ടുള്ളത്, മാറിയത് ഉപ്പിന്റെ അളവല്ല, വെള്ളത്തിന്റെ അളവാണ്. ഇതേപോലെയാണ് സങ്കടമൊക്കെ. സങ്കടം ഇല്ലാതാക്കാനൊന്നും പറ്റൂല, നമ്മുടെ മനസ്സ് വലുതാക്കാനേ പറ്റൂ. അലം നശ്റഹ് ലക സദ്റക്, മനസ്സ് വലുതാക്കാനേ പറ്റൂ. അതേ മനുഷ്യരെ ഇങ്ങനെ സ്വീകരിക്കുന്ന കാര്യത്തിലായിരുന്നാലും ജീവിതത്തിലെ അനുഭവങ്ങളെ സ്വീകരിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ഹൃദയം വിശാലമാക്കണേ എന്ന് മൂസാ നബി പ്രാർത്ഥിച്ചില്ലേ? റബ്ബിശ്റഹ് ലീ സദ്രീ എന്ന് പറഞ്ഞില്ലേ? കേട്ടില്ലേ? എപ്പോഴാ പ്രാർത്ഥിച്ചേ? ഫിറൗന്റെ അടുത്തേക്ക് പോകുമ്പോഴാ. പഠിച്ചോനെ, എന്റെ മനസ്സ് നീ വിശാലമാക്കി തരണേ. ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് എന്താ? പഠിച്ചോനെ, ഫിറൗനിന്റെ മനസ്സ് വിശാലമാക്കണേ എന്നല്ലേ? ഞാൻ പറയണതൊക്കെ സ്വീകരിക്കാൻ അയാൾക്കൊന്ന് പറ്റണേ, അയാളുടെ മനസ്സൊന്ന് വിശാലമാക്കണേ എന്നല്ലേ പ്രാർത്ഥിക്കണ്ടേ? പക്ഷെ മൂസാ നബി പ്രാർത്ഥിച്ച എന്താണ്? അയാൾ ഏത് ടൈപ്പ് മനുഷ്യനാണെങ്കിലും പഠിച്ചോനെ എന്റെ മനസ്സ് വിശാലമാക്കി തരണേ. അയാൾ എന്നെ ദേഷ്യം പിടിപ്പിക്കും, ഞാൻ ദേഷ്യം പിടിക്കരുതേ. അയാൾ ധിക്കാരം പറയും,
എന്റെ നിയന്ത്രണം പോകരുത്. അയാളാണ്, അയാളെ സ്വീകരിക്കാൻ എനിക്ക് പറ്റണേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചെറിയ പ്രാർത്ഥനയാണത്. നമ്മൾ നടക്കുന്ന എല്ലാ വഴിയിലും ഇതേപോലെ ഇങ്ങനെ കാർപ്പറ്റ് വിരിക്കാൻ പറ്റുമോ? പറ്റൂല. പക്ഷെ നമുക്കൊരു ചെറിയ കാര്യം ചെയ്യാം. നമ്മുടെ കാലില് ഒരു ചെരുപ്പിട, മുള്ളു തട്ടൂല, കല്ലില് തട്ടിയിട്ട് മുറിവാകൂല. പക്ഷെ പരവതാനി വിരിക്കാമെന്ന് വിചാരിക്കരുത്, കാലിൽ ചെരുപ്പിടാനേ പറ്റൂ. ഇതാണ് അലം നശ്റഹ് ലക സുദ്റക എന്നുള്ളതിന്റെ ഉള്ളിലെ അർത്ഥത. അത് മനുഷ്യരെ സ്വീകരിക്കുന്ന കാര്യമാണെങ്കിലും ജീവിതത്തിലെ അനുഭവങ്ങളെ സ്വീകരിക്കുന്ന കാര്യമാണെങ്കിലും ഇതൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സ് വലുതാക്കാനേ പറ്റും. ഒരു വലിയൊരു മാഷിന്റെ അടുത്തൊരു കുട്ടി വന്നിട്ട് ഇതേപോലെ സങ്കടങ്ങളൊക്കെ ഉണ്ട്, എന്ത് ചെയ്യണം എന്ന് വെച്ചു. മാഷിങ്ങനെ ഇവനെ അടുക്കളയിലേക്കാ കൊണ്ടുപോയത്. എന്നിട്ട് 3 പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച്, ഒരു പാത്രത്തിലേക്ക് കിഴങ്ങാണ് ഇട്ടത്, ഉരുളക്കിഴങ്ങ്, ഒരു പാത്രത്തിലേക്ക് കോഴിമുട്ടയാണ് ഇട്ടത്, ഒരു പാത്രത്തിലേക്ക് കാപ്പിപ്പൊടിയാണ് ഇട്ടത്. തിളച്ചു കഴിഞ്ഞപ്പോ 3 പാത്രങ്ങളും താഴെ വെച്ചിട്ട് അവന് കാണിച്ചു കൊടുത്തു. കിഴങ്ങ് നേരത്തെ ഉള്ളതിനേക്കാൾ ദുർബലമായി, കോഴിമുട്ട നേരത്തെ ഉള്ളതിനേക്കാൾ ശക്തമായി. നേരത്തെ ദ്രാവക രൂപത്തിലായിരുന്നു, ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ അത് കുറച്ചുകൂടെ പവർഫുൾ ആയി. പക്ഷെ കാപ്പിപ്പൊടിയാണ് അത്ഭുതം പ്രവർത്തിപ്പിച്ചത്. ആ വെള്ളത്തെ തന്നെ മാറ്റിക്കളഞ്ഞു. തിളച്ച വെള്ളത്തിൽ ഇങ്ങനെ തിളഞ്ഞ് മറിഞ്ഞ് ആ കാപ്പിപ്പൊടി സ്വയം മാറുകയല്ല ചെയ്തത്, ആ വെള്ളത്തെ മാറ്റുകയാണ് ചെയ്തത്. അതിന്റെ കളറ് മാറി, രുചി മാറി, മണം മാറി, രൂപം മാറി. മാഷ് പറഞ്ഞു കൊടുത്തു, എടാ, സങ്കടങ്ങള് ആ തിളച്ചു മറിയുന്ന വെള്ളമാണ്, ഇതിലേതാകണമെന്ന് നിനക്ക് തീരുമാനിക്കാം. ഗഫൂർ സാർ, എൻ്റെ പേര് മുഹമ്മദ് ഇക്ബാൽ എന്നാണ്. സാറിൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ എപ്പോഴും ട്രെയിനിങ്ങിന് വേണ്ടി മറ്റൊക്കെ കേൾക്കാറുണ്ട്. എപ്പോഴും ഈ മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് വലിയ ആവേശത്തോടു കൂടെയാണ് കേൾക്കാറുള്ളത്. അപ്പം ഇങ്ങനെ അവസാന സമയത്ത് നമ്മൾ ജീവിതത്തിലെ മറ്റുള്ളവർക്ക് വേണ്ടി പലതും ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്നൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ആശയം സാറ് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം എനിക്കങ്ങനെ തോന്നി പലപ്പോഴും, ചിലരുടെ സന്തോഷം മറ്റുള്ളവരുടെ മുഖത്തുള്ള സന്തോഷമായിരിക്കുമല്ലോ എന്നുള്ളത്. ഒരുപക്ഷെ നമ്മളെന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യുന്നതിനേക്കാളും ചിലപ്പോൾ നമുക്ക് സന്തോഷം തരുന്നത് ഒരു രോഗിയുടെ ഒരു സന്തോഷത്തിന്റെ ഒരു കണ്ണീര് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മളെ സന്തോഷത്തെക്കാളും വലിയ ഇരട്ടി സന്തോഷം ഉണ്ടാവാറുണ്ട്. അപ്പൊ വീട്ടിലൊരു പക്ഷെ ഭർത്താവിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്, പേരക്കുട്ടികൾ ഒരു മിഠായി കാണുമ്പോൾ ചിരിക്കുന്നത്, ഇതൊക്കെ ആയിരിക്കും നമ്മളെ വലിയ സന്തോഷം. അപ്പൊ പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നത് കൂടെ നമ്മുടെ മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് ആണല്ലോ എന്നുള്ള ഒരു സ്വാഭാവിക സംശയം തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ശരിയല്ലേ? അത് ശരിയാ. പ്രത്യേകിച്ച് ഉമ്മമാർക്ക് അവര് കഴിക്കുമ്പോഴല്ല അവർക്ക് സന്തോഷം ഉണ്ടാവുക, വേറെ ആള് കഴിക്കുന്നത് കാണുമ്പോഴാണ്. പൗലോ കൊയ്ലോ അത് എഴുതുന്നുണ്ട്. ഉമ്മ മാത്രല്ല, ഒരു സ്ത്രീ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന നിമിഷം അവൾ ഉണ്ടാക്കിയ ഭക്ഷണം, അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യര് ഏറ്റവും സന്തോഷത്തോടു കൂടി കഴിക്കുന്നത് കാണുമ്പോഴാണ്. സഹീർ എന്ന അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായൊരു നോവലുണ്ട് ഇതിൽ. പക്ഷേ നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളില്ലേ, ആ കാര്യങ്ങൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമ്മൾ എപ്പോഴാ ചെയ്യാ? അംഗീകരിക്കപ്പെടുമ്പോഴാണ്, അല്ലെ? ഒരു സാധാരണ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെ ഒരു ദിവസം അത് കഴിച്ച ആള് പറയാണ്, ഇന്നെന്താ ഇതിനൊരു പ്രത്യേക രുചി? ഒറ്റ ചോദ്യം മതി, ഇന്നെന്താ ഇതിനൊരു പ്രത്യേക രുചി ഉണ്ടല്ലോ. പിറ്റേ ദിവസം അതിലേറെ രുചി ഉണ്ടാകുന്നത്, അല്ലെ? ഉപ്പ് കൂടിയാലും പറയൂ, ഉപ്പ് കുറഞ്ഞാലും പറയൂ, ഉപ്പ് പാകമായാൽ പറയോ? പറയൂ. അപ്പൊ നേരത്തെ ആ ചോദ്യത്തിൽ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ സന്തോഷമാണ് പലപ്പോഴും ഇവർക്ക് സന്തോഷം, നമ്മുടെ സങ്കടങ്ങളാണ് ഇവർക്ക് സങ്കടവും. പ്രത്യേകിച്ച് ഉമ്മമാർക്ക് നമ്മുടെ സന്തോഷത്തേക്കാൾ നമ്മുടെ സങ്കടങ്ങളെ കുറിച്ചാണ് അവർ ആലോചിക്കുക. അത് ഉമ്മ എന്നുള്ളതല്ല കേട്ടോ, ഒരു പെണ്ണ് അങ്ങനെയാണ്. യേശുവിന്റെ അവസാന നിമിഷം വരെ അദ്ദേഹത്തിന്റെ കൂടെയുള്ളത് സ്ത്രീകളായിരുന്നു എന്നൊരു നിരീക്ഷണമുണ്ട് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ. പുരുഷന്മാരൊക്കെ വിട്ടുപോയി. ഒരാൾ ഒറ്റുകാരനായി, ഒരാൾ ഒളിച്ചിരുന്നു, ഒരാൾ തള്ളിപ്പറഞ്ഞു. ഹിറ്റ്ലറിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ രാഷ്ട്രങ്ങൾ പോലും ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വന്ന ചെറിയ പ്രായമുള്ള ഒരു പെൺകുട്ടി, ഇവ ബ്രൗൺ എന്ന് പേരുള്ള ആ പെൺകുട്ടിക്ക് മനസ്സിലായി ഇയാൾക്കൊരു നല്ല സുഹൃത്തു പോലും ഇല്ല. അവസാനം അയാളുടെ ആത്മഹത്യയിൽ പോലും ആ പെൺകുട്ടി ഒപ്പം പോയി.
ദുഃഖങ്ങളിൽ അവൾ കൂടെ ഉണ്ട്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ഹിറാ ഗുഹയില് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട് നബി ആകെ പേടിച്ചു പോയി. ആദ്യത്തെ അനുഭവമാണല്ലോ. അങ്ങനെ പേടിച്ചു പോയിട്ട് നബി എങ്ങോട്ടാണ് ഓടിപ്പോയത് എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങള്. എങ്ങോട്ടാ? നബി ചെറുപ്പം മുതൽ കാണുന്ന എത്രയോ മനുഷ്യന്മാരവിടെ ഉണ്ട് ഇല്ലേ? അവരുടെ അടുത്തേക്കാണോ പോയത്? 25-ാമത്തെ വയസ്സ് മുതൽ മാത്രം കണ്ട ഒരു പെണ്ണിന്റെ മടിയുടെ ചൂടിലേക്കാണ് നബി ഓടിച്ചത്. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയാണ്, സമ്മിലൂനി സമ്മിലൂനി. സമ്മിലൂനി എന്ന് പറഞ്ഞാൽ എന്നെ പുതച്ച് മൂടുക എന്നാണ്. പുതച്ച് മൂടുക എന്നുള്ളത് പുതപ്പ് കൊണ്ട് മൂടുക എന്നല്ല. അതിനാണെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോയാൽ മതിയായിരുന്നു. പുതച്ചു മൂടാൻ പറയുന്നത് ഖദീജ എന്ന പ്രിയപ്പെട്ടവളുടെ ഇളം ചൂടുള്ള ശരീരം കൊണ്ട് എന്നെ വാരിപ്പുണരൂ എന്നാണ് ആ പറയുന്നത് എന്ന് ചില ആളുകൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്നെ കെട്ടിപ്പിടിക്കൂ. സങ്കടങ്ങളില് ചില അഭയങ്ങളുണ്ട് മനുഷ്യർക്ക്. അതിലേറ്റവും വലിയ അഭയമാണ് ഉമ്മ. ഉമ്മ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടൊരു കേറി ചെല്ലലുണ്ട്. അത് നഷ്ടപ്പെട്ടവർക്ക് മനസ്സിലാവും, അല്ലാത്തവർക്ക് ചിലപ്പോൾ അതിന്റെ വിലയൊന്നും മനസ്സിലാവണമെന്ന്. നഷ്ടപ്പെടുമ്പോ മനസ്സിലാവും. ആ സലാം പറയലിന്റെ ഊർജം എത്ര വലുതായിരുന്നു. പറയുന്നത് അങ്ങോട്ടാണെങ്കിലും കിട്ടുന്നത് മുഴുവൻ ഇങ്ങോട്ടാണ്. കണ്ണാടിയിലേക്ക് ടോർച്ചടിക്കുന്നത് പോലെയാണ്. അടിച്ചത് അങ്ങോട്ടാണെങ്കിലും വെളിച്ചം അങ്ങോട്ടായിരിക്കും. അതുകൊണ്ട് നേരത്തെ ആ ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. നമ്മൾ ഒരാൾക്ക് സന്തോഷം കൊടുക്കാനൊന്നും നമുക്ക് പറ്റിയിട്ടില്ലെങ്കിലും ഒരാളെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. അത്ര മതി. നമ്മുടെ ഒരു എക്സിസ്റ്റൻസ് കൊണ്ട് ഒരാള് സങ്കടപ്പെടാതിരുന്നാൽ മതി. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ മുന്നിൽ ചെന്ന് കരഞ്ഞിട്ട് മാപ്പ് ചോദിക്കണം. അതിന്റെ പേരാണ് മനുഷ്യത്വം. അതിന് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. പടച്ചോന്റെ മുന്നിൽ ജയിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്റെ മുന്നിൽ തോറ്റാൽ ഒരു കുഴപ്പമില്ലടാ, ഒരു കുഴപ്പമില്ല. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഒന്ന് ലൈറ്റ് ബ്രൈറ്റ് ആക്കി തന്നാൽ മതിയായിരുന്നു, എന്നാൽ നമ്മുടെ കണ്ണിനൊരു സുഖമായിരുന്നു. ചിലര് ബ്രൈറ്റ് ആക്കി തരൂല. സാരല്ലടാ, നമുക്ക് തോറ്റു കൊടുക്കാം, നമ്മൾ അങ്ങോട്ട് ഇടണ്ട, അത് താഴ്ത്തി കൊടുത്തേക്ക്. അയാൾക്ക് കൊടുക്കാവുന്ന മറുപടി അതാണ്. എന്തിനാ തോറ്റു കൊടുക്കുന്നത്? ഒരു വലിയ ആളെ മുന്നിൽ ജയിക്കാനാണ്. അതിനിവിടെ നല്ലോണം തോറ്റു കൊടുക്കേണ്ടി വരും, മാപ്പ് ചോദിക്കേണ്ടി വരും. ജയിക്കുന്നതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട്. എന്താണ്? തോറ്റു കൊടുക്കൽ. അത് ജയിക്കുന്നതിനേക്കാൾ വലുതാണ്. തോറ്റു കൊടുക്കൽ, പ്രത്യേകിച്ച് ബന്ധങ്ങളിൽ. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് സയ്യിദ്. നമ്മൾ ഏതൊരു പരിപാടി തുടങ്ങുമ്പോഴും നമ്മൾ പറയും നമ്മൾക്ക് നല്ലൊരു ഇച്ഛാശക്തി വേണം എന്നുള്ളത് പറയാറുണ്ട്. സാറിന് ഇച്ഛാശക്തി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഒരു രാജ്യം ഉണ്ടായിരുന്നു, പെട്ടെന്ന് പറഞ്ഞിട്ട് ഒരു കഥ വേഗം പറയാം. ആ രാജ്യത്തിനോട് വേറൊരു രാജ്യം എപ്പോഴും മത്സരത്തിന് വരും. അങ്ങനെ യുദ്ധം തീരുമാനിക്കുകയാണ്. രണ്ട് രാജ്യങ്ങളും തമ്മിൽ യുദ്ധം തീരുമാനിച്ചു. അപ്പൊ ഈ രാജ്യത്തിന്റെ സേനാ നായകനില്ലേ, എന്താ പറയാ, സൈന്യാധിപൻ അല്ലെ, സൈന്യാധിപന് ആ സൈന്യത്തെ മുഴുവനും വിളിച്ചു. സൈന്യത്തെ മുഴുവനും വിളിച്ചിട്ട് ഒരു പുഴയുടെ കരയിൽ ഇങ്ങനെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരു നാണയം കാണിച്ചു കൊടുത്തു. ഒരു നാണയം. എന്നിട്ട് പറഞ്ഞു, നമ്മളൊരു വലിയ യുദ്ധത്തിന് പുറപ്പെടുകയാണ്. ഈ യുദ്ധം നമുക്ക് നടത്താതെ ഒരു നിർവാഹമില്ല. ഈ നാണയം ഞാൻ മുകളിലേക്ക് ഇട്ടിട്ട് താഴേക്ക് വീഴും. അതിൽ രാജമുദ്രയുള്ള ഭാഗമാണ് മുകളിൽ വരുന്നത് എങ്കിൽ നമ്മൾ ജയിക്കും. ഉറപ്പായിട്ടും നമ്മൾ ജയിക്കും. രാജമുദ്ര ഇല്ലാത്ത ഭാഗമാണ് മുകളിൽ വരുന്നതെങ്കിൽ നമ്മൾ ജയിക്കൂല. ഒരു കാരണവശാലും നമ്മൾ ജയിക്കൂല. അദ്ദേഹം മുകളിലേക്ക് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. സൈന്യത്തിലുള്ള മുഴുവൻ ആളുകളുടെയും കണ്ണ് ആ നാണയത്തിലായിരുന്നു.
അദ്ദേഹം ആ മുകളിലേക്ക് ആ നാണയം ഇടുന്നു, താഴേക്ക് വരുന്നു, രാജമുദ്രയുള്ള ഭാഗം. അയാൾ പറഞ്ഞു, ഈ യുദ്ധം നമ്മൾ ജയിക്കും, ഒരു സംശയം വേണ്ടെന്ന് പറഞ്ഞു. അവർ യുദ്ധത്തിന് പോയി. ഓരോ ആളും, ആ സൈന്യത്തിലുള്ള ഓരോ അംഗവും അടരാടുകയായിരുന്നു. എതിർചേരിയിലുള്ള മുഴുവൻ ആളുകളെയും ഇങ്ങനെ നേരിട്ട് മുന്നോട്ട് പോയി ആ സൈന്യം കൂളായിട്ട് ജയിച്ചു. അവർക്ക് വലിയ സമ്മാനങ്ങളൊക്കെ ആയിരുന്നു ഓഫർ ചെയ്തിരുന്നത്. ആ സമ്മാനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് അവർ രാജ്യത്തിലേക്ക് ഇങ്ങനെ തിരിച്ചു വരികയാണ്. ജയിച്ചു. പക്ഷെ അന്ന് രാത്രി ആ സൈന്യാധിപനല്ലേ, അദ്ദേഹം നേരത്തെ അവരെ ഒരുമിച്ച് കൂട്ടി അതേ പുഴക്കരയിലേക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു ചെന്നിട്ട് ആ നാണയല്ലേ, ആ നാണയം പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. കാരണം അതിനകത്തൊരു രഹസ്യം ഉണ്ടായിരുന്നു. എന്താ രഹസ്യം? അതിന്റെ രണ്ട് സൈഡിലും രാജമുദ്രയായിരുന്നു. പക്ഷെ അദ്ദേഹം ആ സൈന്യത്തിന് നൽകിയ ഒരനുഭവമില്ലേ, ഇല്ലേ, അതിന്റെ പേരായിരുന്നു ആ ചോദ്യം. ജയിക്കും, ജയിക്കും.